ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീനന്ദ VC GMHS U ക്യാമ്പസിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചാന്ദ്രദിനവുമായി ബന്ധിച്ച് ചന്ദ്രനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. 1969 ജൂലൈ 21 ആദ്യമായി മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനമാണ്. അന്നു മുതൽ നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രന്റെ പരിണാമത്തെ കുറിച്ച് നമുക്ക് പറയാം. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സൗരയൂഥം രൂപം കൊള്ളുമ്പോൾ ചൊവ്വയുടെ അത്ര വലിപ്പമുള്ള തിയ എന്ന പ്രാഗ്രഹം, പ്രോട്ടോ പ്ലാനറ്റ് ഭൂമിയുമായി കൂട്ടിയിടിച്ചാണ് ചന്ദ്രൻ പരിണമിക്കുന്നത്. അങ്ങനെ ഭൂമിയുടെ ഉപഗ്രഹമായി ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് 3,84,000 കിലോമീറ്ററാണ്. ചന്ദ്രൻ ഭൂമിയെ ബലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം എടുക്കും. ഇതിനെ നമ്മൾ സെഡ്രിയൽ മാസം എന്ന് പറയുന്നു. അതേസമയം ചന്ദ്രൻ പൂർണ്ണചന്ദ്രനിൽ നിന്ന് അടുത്ത ചന്ദ്രനിലേക്ക് മാറാൻ, അതായത് അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലേക്ക് മാറാൻ ഏകദേശം 29.5 ദിവസങ്ങൾ എടുക്കുന്നു. അതേ നമ്മൾ സിനോഡിയൽ മാസം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പുതുതായ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോവുകയാണ്. അതായത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വബലം കുറയുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ യാത്രികർ ചന്ദ്രനിൽ സ്ഥാപിച്ച കണ്ണാടികളിലൂടെയാണ് ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. കണ്ണാടികളിലേക്ക് ഭൂമിയിൽ നിന്ന് ലേസർ രശ്മികൾ അയച്ചാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം കണക്കാക്കുന്നത്. ഇങ്ങനെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ പല മാറ്റങ്ങൾ നമുക്കുണ്ടാകാം. ഭൂമിയിലെ വേലിയേറ്റത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണം കാണാതാകുകയും സമുദ്രത്തിലെ ജലനിരപ്പ് താഴുകയും പിന്നെ ഭൂമിയിലെ ദിവസങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ പരിണാമകാലത്ത് ഭൂമിയുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 8 മണിക്കൂറായിരുന്നു. എന്നാൽ ചന്ദ്രൻ അകന്നു പോകുന്നതിലൂടെ ഭൂമിയുടെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 25 മണിക്കൂറാകും. എന്നാൽ ഇതൊന്നും ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഇനിയും എത്രയോ കാലം കഴിഞ്ഞ് 100 കോടി വർഷമെങ്കിലും കഴിഞ്ഞാലേ ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്ക് ചന്ദ്രന്റെ വലിപ്പത്തിൽ കാര്യമായ വ്യത്യാസം കാണാൻ പറ്റും. കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.